വേനൽക്കാലമാണ്, പൊള്ളുന്ന ചൂടാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കനത്ത വേനലുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വേനൽക്കാലം എന്ന് പറഞ്ഞാൽ പൊതുവെ നേത്രരോഗങ്ങളുടെ കാലമാണ്. നേത്ര സംരക്ഷണത്തിന് ഈ വേനൽക്കാലത്ത് എന്തൊക്കെയാണ് അറിയേണ്ടത്? എന്തൊക്കെ രോഗങ്ങളാണ് വേനൽക്കാലത്ത് പൊതുവെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? എനിക്കൊന്ന് രാജേഷ്, ഓരോ വർഷവും ചൂട് കൂടി വരികയാണ്. ഒരുപാട് വെയിൽ, അത് കാരണം തന്നെ വെളിയിറങ്ങുമ്പോൾ ഒരുപാട് വേർക്കുന്നു. വേർപ്പിൻ്റെ കൂടെ നമ്മൾ മുഖം പെട്ടെന്ന് എപ്പോഴും തുടയ്ക്കുന്നത് കൊണ്ട് അന്തരീക്ഷത്തിലെ മലിനീകരണം, അണുക്കളെല്ലാം നമ്മുടെ കണ്ണിലോട്ട് പോവുകയും അതുകൊണ്ട് തന്നെ ചെങ്കണ്ണ് വളരെ കോമൺ ആയിട്ട് ഈ വേനൽക്കാലത്ത് വരാറുണ്ട്. ഇവിടെ പ്രധാന കാരണം നമുക്ക് ഇപ്പോൾ അറിയാം, റോഡ് മൊത്തം പൊടിയാണ്. റോഡിൽ പണി നടക്കുന്നു, അല്ലെങ്കിൽ തന്നെ കാറും ബൈക്കും ഒക്കെ സ്പീഡിൽ പോകുമ്പോൾ ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കർച്ചീഫോ തൂവാലോ വെച്ച് തുടയ്ക്കുന്നു. അപ്പോൾ കണ്ണിൽ ചെറിയ ക്ഷണം വീണിട്ട് അവിടെ കൂടെ അണുബാധ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹോട്ടലിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ആരെങ്കിലും ചുമയ്ക്കുകയോ തുപ്പുകയോ ഒക്കെ ഉമിനീര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തൊട്ടിട്ട് നമ്മുടെ മുഖത്തോട് തൊടുമ്പോഴാണ് ഈ അണുബാധ ഒരാളിൽ നിന്ന് മറ്റാൾക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് പൊടിയുള്ള ഭാഗത്ത് പൊക്കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നല്ലവണ്ണം കൈ സോപ്പ് വെച്ച് കഴുകിയതിന് ശേഷം മുഖം ഒന്ന് കഴുകുക. 2, നമ്മൾ തൂവാല ഒരുപാട് ഒരു ദിവസം യൂസ് ചെയ്ത തൂവാല പിന്നെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ തൂവാല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും അണുബാധ വരാൻ സാധ്യതയുണ്ട്. കണ്ണിൽ പൊടി പോകുന്നത് കൊണ്ട് കണ്ണിൻ്റെ അകത്ത് അലർജി വരാനായിട്ട്, കണ്ണിൽ പൊടി പോയിട്ട് കണ്ണിൽ ചൊറിച്ചിൽ, അപ്പോൾ കണ്ണിൽ തിരുമൽ വരും. നമ്മൾ അറിയാതെ ചൊറിയുമ്പോൾ പിന്നെയും അണുബാധയുടെ സാധ്യത കൂടുന്നു. കണ്ണിന് 4 ചുറ്റും തടുപ്പ് വരുന്നു. ഇതൊക്കെ അലർജിയുടെ രോഗലക്ഷണങ്ങളാകാം. കണ്ണിൻ്റെ അകത്തുനിന്ന് വരുന്ന സ്രവങ്ങൾ 2 രീതിയിലാകാം. അലർജി മൂലമുള്ളതാണെങ്കിൽ അത് മുഴുവൻ ജലാംശമായിരിക്കും, വെള്ളം പോലെ ഇരിക്കും. അത് സാധാരണ പകർച്ചവ്യാധി അല്ല, ഒരാളിൽ നിന്ന് മറ്റാൾക്ക് പകരില്ല. പക്ഷെ അതേസമയം കണ്ണിൽ നിന്ന് വരുന്ന സ്രവം മഞ്ഞ നിറത്തിലുള്ള പഴുപ്പാണെങ്കിൽ അത് ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവൈറ്റിസ് ആകാനാണ് സാധ്യത. അങ്ങനെയുള്ളപ്പോൾ ഒരാളിൽ നിന്ന് മറ്റാൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വേനലിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, നേത്ര സംരക്ഷണത്തിനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ്? നമുക്ക് നേത്ര സംരക്ഷണത്തിന് മൊത്തത്തിലുള്ള ഒരു സംരക്ഷണം നമുക്ക് ചെയ്യാൻ ഒക്കുന്നത്, നിർബന്ധമായും ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. കാര്യം നമ്മൾ നിർജലീകരണം, ഡീഹൈഡ്രേഷൻ കാരണം നമുക്ക് ക്ഷീണം വരാനും അതുപോലെ തന്നെ മറ്റു അസുഖങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. 2, ഈ പൊടിപടലങ്ങളിൽ നിന്നും ചൂടിൽ നിന്നും നമ്മൾ സംരക്ഷിക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു തൊപ്പി വെക്കുന്നത് നല്ലതാണ്. തൊപ്പി വെച്ചാൽ ഡയറക്റ്റായിട്ട് മുഖത്തോട്ടും കണ്ണുകളിലോട്ടും വെയിലടിക്കാനുള്ള സാധ്യത കുറയുന്നു. അതുപോലെ തന്നെ ഒരു കണ്ണടകൾ വെച്ച് കഴിഞ്ഞാൽ കണ്ണിലോട്ടുള്ള തീക്ഷ്ണമായ ലൈറ്റ് വീണ് തിമിരം വരാനുള്ള സാധ്യതയും, ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ, കണ്ണിൻ്റെ നാഡികൾക്ക് വരുന്ന ഡാമേജിനാണ് ARMD എന്ന് പറയുന്നത്, ഇത് വരാനുള്ള സാധ്യതയും ഒരുപാട് കുറയുന്നു. അപ്പോൾ ഒന്ന് തൊപ്പി വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു കണ്ണടകളെങ്കിലും വെച്ച് നമ്മൾ ശ്രമിക്കുക. ഒരുപാട് പൊടിയുള്ള ഫലങ്ങൾ പൊക്കഴിഞ്ഞാൽ നമ്മൾ തണുത്ത വെള്ളം വെച്ച് കണ്ണ് കഴുകുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ അറിയാതെ നമ്മുടെ കണ്ണിൽ പൊടി എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് തണുത്ത വെള്ളം വെച്ച് കണ്ണ് കഴുകുക. തണുത്ത വെള്ളം വെച്ച് കണ്ണ് കഴുകിയിട്ട് പൊടിയൊക്കെ മാറുകയാണെങ്കിൽ സാധാരണ രീതിയിൽ വേറെ പ്രോബ്ലംസ് ഒന്നും വരില്ല. നമ്മളെ പൊടി തണുത്ത വെച്ച് കഴുകിയിട്ടും കണ്ണിൻ്റെ അകത്ത് ചെറിയ പൊടി കാണുന്നെങ്കിൽ അത് കൃഷ്ണമണി, കണ്ണിൻ്റെ നടുക്ക് കാണുന്ന കറുപ്പ് നല്ല കൃഷ്ണമണിയാണെങ്കിൽ തന്നെത്താൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം കണ്ണിന് ഡാമേജ് വരാനുള്ള, കണ്ണിൽ ചെറിയ പോറൽ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം കണ്ണിൻ്റെ വെള്ള ഭാഗമായ സ്ക്ലീറയിലാണ് പൊടി ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കണ്ട താഴത്തെ പോളയ്ക്ക് അകത്താണോ ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു തൂവാല വെച്ചെടുക്കുന്നതിന് വേറെ ദോഷമൊന്നുമില്ല. പക്ഷേ കണ്ണിൻ്റെ കൃഷ്ണമണിയിലാണെങ്കിൽ നിർബന്ധമായ ഒരു നേത്രോ വിദഗ്ധരെ കാണിക്കുക.